പാഠം 1038 ചില തിരിച്ചറിവുകൾ. മോഹനട്ടാ ചായ ഇതാ. എന്താണ് പതിവില് നേരത്തെ? സാധാരണഗതിയിൽ ഭാമയെ ചായ എന്ന് പറഞ്ഞ് ഒരു 10 പ്രാവശ്യം വിളിച്ചാലേ ചായ കിട്ടൂ. ഇതിനുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. കയ്യിലുണ്ടെങ്കിലേ തൽക്കാലം ഞാനത് പറയുന്നില്ല. രാവിലെ തന്നെ വഴക്കുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. കൊള്ളാം, നല്ല ചായ. എന്താ പറഞ്ഞേ? ചായ കൊള്ളാമെന്ന്. എന്തു പറ്റി? എന്തോ കാര്യമുണ്ടല്ലോ, പറ. എന്ത്? അല്ല, ഞാനുണ്ടാക്കിയ ഒരു സാധനം നല്ലതാണ് എന്ന് മോഹനേട്ടൻ പറയണമെങ്കിൽ അതിലെന്തായാലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. സാധാരണഗതിയിൽ എത്ര നന്നായിട്ട് ഞാൻ കഴിക്കാൻ ഉണ്ടാക്കി തന്നാലും മോഹനേട്ടൻ അതിനെല്ലാം കുറ്റം പറയും. ഞാൻ നല്ലതൊന്നും പറയാത്തതിന്റെ കാരണം ഇതാണ്. നീ ഉണ്ടാക്കിയ ഒരു വസ്തു നല്ലതാണ് എന്ന് ഞാൻ എങ്ങാനും പറഞ്ഞു പോയാൽ അപ്പ നീ പറയും ഞാനെന്തോ ദുരുദ്ദേശത്തോടുകൂടി പറഞ്ഞതാണ് എന്ന്. വെറുതെ അങ്ങനെ ഒരു പഴി കേൾക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയാതിരിക്കുന്നത്. ആരോടാണ് ഇപ്പൊ മോഹനേട്ടൻ ഈ ചായ നല്ലതാണെന്ന് പറഞ്ഞതിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ മോഹനേട്ടനെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ. കാള വാല് വെക്കുമ്പോഴേ കാര്യം മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി എനിക്കുണ്ട്. സത്യം പറയാം. ഇന്നലെ നീ പറഞ്ഞു നീ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെയും ഞാൻ അംഗീകരിക്കില്ല, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുകയാണ് എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നു മുതൽ നീ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അത് നിന്റെ മുഖത്തോക്കി തന്നെ പറയണമെന്ന്. ഈ ചായ കുടിച്ചപ്പോ കൊള്ളാമെന്ന് തോന്നി. നല്ലത് ചെയ്താൽ നമ്മൾ അംഗീകരിക്കണമല്ലോ, അതുകൊണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞു. പക്ഷേ നീ അതിനും ദോഷം കണ്ടുപിടിച്ചു. ഇനി നിന്നെ പറ്റി നല്ലത് പറയാൻ എനിക്ക് മനസ്സില്ല. കൊള്ളാമേ, നല്ല ന്യായം. ഇനിയിപ്പോ മോഹനേട്ടൻ എന്നെ എന്തു വേണമെങ്കിലും പറയാലോ. ഇക്കാര്യത്തിൽ കുറ്റക്കാരൻ ഞാനല്ല. പിന്നെ ആരാണാവോ? ഞാനാണോ? കല്യാണം കഴിഞ്ഞ് ഇന്നേ വരെ മോഹനേട്ടൻ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇനി എപ്പോഴേലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. അങ്ങനെ ഒരാൾ പെട്ടെന്ന് വന്ന് ഭാമേ ഈ ചായ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 2 കാരണങ്ങളെ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ എന്നെ കളിയാക്കുന്നു, അതല്ലെങ്കിൽ എന്നെ സോപ്പിട്ട് പതപ്പിച്ച് എന്തേലും കാര്യം സാധിക്കണം. ഇത് രണ്ടുമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇതിലേതെങ്കിലും ഒന്നാണെന്നല്ലേ എനിക്ക് പെട്ടെന്ന് കരുതാൻ പറ്റുള്ളൂ. അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. ആയിക്കോട്ടെ, നീ അനുഭവങ്ങൾ പഠിച്ചോണ്ടിരുന്നോ. ഇനി ഞാൻ നിന്നെ പറ്റി എന്തെങ്കിലും നല്ലത് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ഭാര്യയെ പറ്റി നല്ലത് പറയണമെങ്കിൽ സ്നേഹം വേണം, സ്നേഹം. അതില്ലാത്തവരോട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ഉണ്ടാവില്ല. മറ്റുള്ള മനുഷ്യന്മാരൊക്കെ ഭാര്യമാരെ പറ്റി പറയുന്ന കേൾക്കുമ്പോ സത്യം പറഞ്ഞ കൊതിയാവും. സത്യപാലൻ രാവിലെ വക്കീൽ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയെ പറ്റി പറയാനേ നേരമുള്ളൂ. അതിന് 2 കാരണങ്ങളുണ്ട് ഭാമേ. എന്താണ്? ഒന്ന്, സത്യപാലൻ ഒരു കേസില്ലാത്ത വക്കീലാണ്. വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ആഫീസിൽ വന്ന് ഭാര്യയെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. 2, അയാളൊരു പെൺകോന്തന. അങ്ങനെ ഒരു പെൺകോന്തനാകണമെങ്കിൽ കെ മോഹനൻ സാർ 2ാമത് ജനിക്കണം. നമസ്കാരം സാർ. നമസ്കാരം. ബാലൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. തിരക്കായിരുന്നു, തിരക്കോട് തിരക്ക്. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം വിചാരിച്ചതാണ് വന്ന് മോനിട്ട് തന്നെ ഒന്ന് കാണണമെന്ന്, പറ്റിയില്ല. പിന്നെ താമസമൊക്കെ സുഖമാണല്ലോ അല്ലേ? പിന്നെ
ബാഹുലൻ ചേട്ടന്റെ വീട്ടിൽ താമസിക്കുമ്പോ പിന്നെ ഒരു പ്രയാസം വരില്ലല്ലോ. ആ ആ ആ ചേട്ടനകത്തേക്ക് വരും, നമുക്കൊരു ചായ കുടിക്കാം. അയ്യോ വേണ്ട 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 വേണ്ട. ഒന്നാമത് ഞാനിങ്ങനെ ചായയും കാപ്പിയൊന്നും കുടിക്കാറേ ഇല്ല. പിന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു വീട്ടിൽ കയറി വന്ന് ചായ ചോദിക്കുന്നത് ശരിയല്ലല്ലോ, അല്ലേ? ഇത് ബാഹുലൻ ചേട്ടൻ ഇവിടല്ലേ? ഇവിടെ കയറി വരാൻ എന്തിനാ ഒരു മുന്നറിയിപ്പ്? കയറി വരാൻ മുന്നറിയിപ്പ് വേണ്ട, പക്ഷെ ചായ ചോദിക്കണമെങ്കിൽ മുന്നറിയിപ്പ് വേണം. മോഹനകൃഷ്ണൻ അറിയാവോ, എന്റെ വീട്ടിൽ വരുന്ന ആർക്കും ഞാൻ ചായ കൊടുക്കില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ഈ പാലിനും പഞ്ചസാരക്കൊക്കെ നല്ല വിലയായതുകൊണ്ടാണോ? അല്ല, ഈ വരുന്നവർക്കൊക്കെ ചായ കൊടുത്താ വലിയ ചെലവായി പോവും, അതുകൊണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടല്ല. വീട്ടിലെ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുന്നത് സാവിത്രിയാണ്, എന്റെ ഭാര്യ. അവൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ വീട്ടുജോലികൾ ചെയ്തു തുടങ്ങും. ഒന്നിനും എന്നെ കൂട്ടില്ല. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞാൽ പോലും അവൾ സമ്മതിക്കത്തില്ല. എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് അവൾക്കിഷ്ടം. അവളെ പോലൊരു ഭാര്യ ഉള്ളത് കൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്തിന് അങ്ങ് നടക്കും. ഒരു കാര്യത്തിലും അവൾക്കൊരു തെറ്റ് പറ്റില്ല. ഇങ്ങനെയാണ് ഭാര്യയെ പറ്റി നല്ല വാക്ക് പറയുന്നത്. അല്ല പിന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുകയല്ല. സാവിത്രി ഉണ്ടാക്കുന്ന അത്രയും രുചിയുള്ള ഭക്ഷണം ഈ ലോകത്ത് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. സത്യം. അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ശീലിച്ചത് കൊണ്ട് ഞാനിപ്പോ പുറത്തു നിന്ന് ഒന്നും കഴിക്കാറില്ല. അത്രയ്ക്ക് കൈപുണ്യമാണ് സാവിത്രിക്ക്. അങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന അവൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ ഞാനും നോക്കണ്ടേ? വേണ്ടേ? വീട്ടിൽ ആരെങ്കിലും കയറി വരുമ്പോ വരുന്നയാളിനെ സന്തോഷിപ്പിക്കാനായി സാവിത്രി ഒരു ചായ എടുക്ക് എന്ന് പറഞ്ഞ് അവളെ കഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ചായ എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ബാഹുലൻ ചേട്ടൻ ഇരിക്കാൻ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട 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 വേണ്ട. ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ കയറിയതേ ഉള്ളൂ. ഞാൻ ഇറങ്ങുക. സാവിത്രി നോക്കിയിരിക്കാവും. പോരട്ടെ പോരട്ടെ വക്കീലേ. ഓ മനുഷ്യർ ഭാര്യമാരെ പറ്റി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. കേട്ടായിരുന്നോ? അല്ലെങ്കിൽ തന്നെ കേട്ടിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ മനസ്സിൽ കുറച്ച് സ്നേഹം വേണം. സ്നേഹം. ഭാര്യ വീട്ടു ജോലിക്കാരിയാണെന്ന് കരുതുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. നീ വീട്ടുവേലക്കാരിയാണെന്ന് ഞാനാരോട് പറഞ്ഞിട്ടൊന്നുമില്ല. അത് പറയുന്നത് എന്തിനാണ്? പറയാതെ തന്നെ നമുക്കത് മനസ്സിലാവുമല്ലോ. എന്ത്? ബാഹുലൻ ചേട്ടന്റെ ഭാര്യയ്ക്ക് ജോലിയില്ല. അവര് മുഴുവൻ നേരം വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ത്രീയാ. അപ്പൊ പിന്നെ വീട്ടുജോലി ചെയ്യാൻ അവർക്ക് ഒരുപാട് സമയം ഉണ്ടാവും. എന്നിട്ടും ബാഹുലൻ ചേട്ടന് അവരെ പറ്റി എന്ത് അഭിപ്രായവും ബഹുമാനമാ. കണ്ടില്ലായിരുന്നോ? ഹോ, ഇവിടെ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഈ വീട്ടിലെ സകല ജോലിയും ചെയ്തിട്ട് വേണം എനിക്ക് കോടതി പോവാൻ. സത്യം പറഞ്ഞ മോഹനേട്ടൻ ആഫീസ് ചെയ്യുന്ന അത്രയും ജോലി തന്നെ ഞാനും ഓഫീസിൽ ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലും വീട്ടുജോലി മുഴുവനും. എന്നിട്ടും മോഹനേട്ടൻ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറയില്ല എന്ന് വെച്ചാൽ അത് കഷ്ടമല്ലേ? ഈ വീട്ടുജോലി എന്ന് പറയുന്നത് മലമറിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കണം, പാത്രം കഴുകണം, തുണി അലക്കണം, തേക്കണം. ഇതൊക്കെയാണോ വലിയ കാര്യം? അല്ലേ? അല്ല. ശരി, അപ്പൊ ഇന്നു മുതൽ ഒക്കെ മോഹനേട്ടൻ തന്നെ അങ്ങ് ചെയ്താൽ മതി. എന്ത്? ഞാൻ സകല വീട്ടു ജോലി നിർത്തി. ആഹാ, ഇന്നു മുതൽ തനിയെ ഷർട്ട് തയ്ച്ചിട്ടുകൊണ്ട് പോയാൽ മതി. കഴിക്കാനും ഞാൻ ഒന്നും ഉണ്ടാക്കില്ല. ആ, കൃഷ്ണക്കുട്ടിയുടെ ചായക്കട ഉണ്ടല്ലോ. എന്നെ പറ്റി 4 പേരോട് നല്ല വർത്താനം പറയാനുള്ള ഒരു മനസ്സ് മോഹനേട്ടൻ ഉണ്ടായാലല്ലാതെ ഞാൻ ഇനി മോഹനേട്ടൻ ഒരു കാര്യം ചെയ്തു തരില്ല. ഭാമ,
ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. നീ എന്താ തമാശ പറയുകയാണോ? ഞാൻ പറഞ്ഞതിൽ തമാശയായിട്ട് മോഹനേട്ടൻ തോന്നിയത് എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തറിയേണ്ടതല്ല. നിന്നോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് നിന്നോട് പറയും, അല്ല നാടോട് പറയാൻ പറ്റില്ല. ബാഹുലേൻ ചേട്ടൻ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ. അതിലെന്തെങ്കിലും മോശമുള്ളതായിട്ട് എനിക്കോ മോഹനേട്ടനോ തോന്നിയില്ല. അപ്പൊ പിന്നെ മോഹനേട്ടൻ എന്നെ പറ്റി ആരോടേലും ഒരു നല്ല വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റാനാണ്? ബാഹുലേൻ ചേട്ടനല്ലല്ലോ കെ മോഹനകൃഷ്ണൻ സാർ. അല്ല, മോഹനേട്ടന്റെ പ്രത്യേക ജന്മമാണല്ലോ. ഈ നാട്ടിൽ എന്തോരം മനുഷ്യന്മാരുണ്ട്. അവരൊന്നും പറയുന്നത് പോലെയും പ്രവർത്തിക്കുന്നത് പോലെയും പറയാനോ പ്രവർത്തിക്കാനോ മോഹനേട്ടന് വയ്യ. അതിപ്പോ മനുഷ്യരൊക്കെ ഓരോരോ തിരക്കാരായിരിക്കില്ലേ? അതെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ എല്ലാ മനുഷ്യന്മാരെയും പോലെ മോഹനേട്ടന് 3 നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ? എല്ലാവരെയും പോലെ ഷർട്ട് മുണ്ടിട്ട് നടക്കുന്നില്ലേ? കഴിക്കാൻ ഉണ്ടാക്കി തരുന്നത് ഞാൻ, ഉടുപ്പലക്കി തേച്ച് തരുന്നതും ഞാൻ. അപ്പൊ എന്നോടുള്ള പെരുമാറ്റവും മറ്റുള്ള ആളുകൾ ചെയ്യുന്ന പോലെ തന്നെ ആവണം. ദേ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. എന്നെ പറ്റി മോഹനേട്ടൻ കുറഞ്ഞത് ഒരാളോടെങ്കിലും നല്ലത് പറയാതെ ഇനി മോഹനേട്ടൻ ഒരു കാര്യവും ഞാൻ ചെയ്തു തരില്ല. ഒരു കാര്യം ചെയ്യാം. ഞാനൊരു വണ്ടി പിടിച്ച് അതിനകത്തൊരു മൈക്കും വെച്ച് കെട്ടി നാട് നീളെ എന്റെ ഭാര്യ ഒരു മഹാസംഭവമാണ്, എന്റെ ഭാര്യ ഒരു മഹാസംഭവമാണെന്ന് പറഞ്ഞു നടക്കാം. അല്ലെങ്കിൽ പത്രത്തിൽ ഒരു വാർത്ത കൊടുക്കാം. എന്റെ ഭാര്യയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യ, എന്റെ ഭാര്യയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യ എന്നൊക്കെ മതിയോ? ഇമാതിരി നമ്പർ ഇറക്കിയതുകൊണ്ടൊന്നും എന്റെ തീരുമാനം മാറുമെന്ന് മോഹനന്റെ സ്വപ്നം പോലും കാണണ്ട. ഞാൻ ആ പറഞ്ഞതല്ലാതെ ഓരോ തീർപ്പിന് ഞാൻ തയ്യാറല്ല. ഒരാളോടെങ്കിലും ശരി, അത് ഫോണിലായാലും മതി. എന്നെ പറ്റി മോഹനേട്ടൻ നല്ലത് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഇന്നു മുതൽ ഭക്ഷണം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന്. ഷർട്ടുമുണ്ടും ഒന്നെങ്കിൽ സ്വയം അലക്കും, അല്ലെങ്കിൽ അലക്കാരനെ കൊടുത്ത് അലക്കി വാങ്ങും. തീരുമാനം സാറിന് തന്നെ എടുക്കാം. കൂത്തം വിളിക്കുന്നുണ്ട്. വേറെ ആരുടെയും മുന്നിൽ എന്നെ പറ്റി നല്ല പറയാനല്ലേ പ്രയാസം. ഉത്തമനോട് പറഞ്ഞാ മതി. പക്ഷെ ചുമ്മാ അഭിനയമാവരുത്. മോഹനേട്ടന് എന്നോട് വലിയ ഇഷ്ടവും ബഹുമാനമാണെന്ന് ഉത്തമന് തോന്നണം. തയ്യാറാണോ അല്ലയോ? ഞാൻ ഉത്തമനോട് സംസാരിക്കുമ്പോഴേക്കും പറയേണ്ടത് എന്താണെന്നൊന്ന് ആലോചിക്കും. 2 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ? ഓർമ്മയുണ്ടല്ലോ? കൃഷ്ണൻകുട്ടിയുടെ ചായക്കട, അലക്കൽ സ്വയം. നമസ്കാരം ഉത്തമ. നമസ്കാരം. വക്കീലെ ഒരു ഉഗ്രം കോളത്ത് വന്നിട്ടുണ്ട്. എന്താണ്? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന പരമേശ്വരൻ ചേട്ട ഇങ്ങോട്ട് വരുന്നുണ്ട്. വക്കീൽ ഒരു കിടിലം കേസും കൊണ്ടാണ് വരുന്നത്. ഉത്തമനോട് ആര് പറഞ്ഞു? ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരമേശ്വരൻ ചേട്ട അവിടെ വന്നത്. വെറുതെ എങ്ങനെ വിശേഷം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പരമേശ്വരൻ ചേട്ടന്റെ പുതിയ കേസിന്റെ കാര്യം. അത് സത്യമാക്കൽ തന്നെ ബാധിക്കണം, വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല എന്നും പറഞ്ഞു. എന്റെ ഈശ്വരാ, ലോട്ടറി അടിച്ചല്ലോ ഉത്തമ. പരമേശ്വരൻ ചേട്ടന്റെ കേസാവുമ്പോ നല്ല ഫീസും കിട്ടും. ഇനി അങ്ങോട്ടുള്ള കേസുകൾ എനിക്ക് കിട്ടുകയും ചെയ്യും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് വക്കീലിന് കോളടിച്ചെന്ന്. പരമേശ്വരൻ ചേട്ടൻ ഈ കാര്യം പറഞ്ഞോടെ ഞാൻ പാഞ്ഞു പിടിച്ചു പോരുകയായിരുന്നു. ഈ സന്തോഷം വക്കീല് എന്റെ വായിന്ന് കേക്കട്ടെ എന്ന് ഞാൻ കരുതി. അതെന്തായാലും നന്നായി. പരമേശ്വരൻ ചേട്ടൻ വരുന്നതിന് മുന്നേ കാര്യം പറഞ്ഞത് കൊണ്ട് എനിക്കൊന്ന് റെഡി ആയിട്ട് നിൽക്കാം. അതാണ് സന്തോഷമായല്ലോ. അയ്യോ നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. പിന്നെ സാറേ അറിഞ്ഞാ വക്കീലൊരു ഉഗ്ര കോള് വന്നിട്ടുണ്ട്. ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാണ്. ഉത്തമ്മ, എന്നെ പറ്റി പൊതുവെ എല്ലാവരുടെ അഭിപ്രായം എന്താണ്? അല്ല അതിപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ
കക്ഷികൾക്കൊക്കെ സത്യഭാമ പറ്റി ഭയങ്കര അഭിപ്രായമാണല്ലോ. അതുകൊണ്ടാണല്ലോ പരമേശ്വര സാറിനെ പോലുള്ള ഒരാള് വക്കീലിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത് തന്നെ. പക്ഷെ ഉത്തമ, എന്തോ വക്കീൽ എന്നുള്ള നിലയിൽ കക്ഷികൾക്ക് ബഹുമാനമുള്ളതുപോലെ മറ്റു പല കാര്യങ്ങളുടെ പേരിലും മറ്റു പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? എനിക്ക് ഇതങ്ങോട്ട് പിടികിട്ടിയില്ല. എന്താണ്? സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെ സമയം? എന്തോന്ന് സമയം? എന്ത് വക്കീലേ? കൃഷ്ണൻകുട്ടിയുടെ ചായക്കട. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടേ. അല്ല, കൃഷ്ണൻകുട്ടിയുടെ ചായക്കട പരമേശ്വരൻ ചേട്ടൻ ഞാൻ കണ്ടതും കേസിന്റെ കാര്യം വക്കീലിന് കൊടുക്കണമെന്ന് പറഞ്ഞതും അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറയാമെന്നെന്തെന്ന് വെച്ചാല്, അതായത് സാർ എന്താന്ന് വെച്ചാ പറ. അതായത് ഇവിടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭാമയാണല്ലോ. ഭാമ എല്ലാം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു വേലക്കാരി വയ്ക്കേണ്ടതെന്ന് തന്നെ. വേലക്കാരിക്ക് എത്ര ശമ്പളം കൊടുക്കേണ്ടി വരും? ഭാഗ്യം. സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എനിക്കതൊന്നും ശരിക്കും മനസ്സിലായില്ല. എനിക്ക് പക്ഷെ നന്നായിട്ട് മനസ്സിലായി. തൽക്കാലം ഉത്തമൻ ചെല്ല്. പോകുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ ഒന്ന് കയറി മോഹനേട്ടൻ ഒരു ചായ എടുത്തു വെക്കാൻ പറയണം. കഴിക്കാനും ഇതിന് വേണ്ടി വരും. ശരി. മോഹനേട്ടൻ സാറിന് കുടിക്കാൻ ചായയാ? ഇതെന്താണ് സംഭവം? ഒരുമാതിരി അവാർഡ് പടം പോലെ ഉണ്ടല്ലോ. മോഹനേട്ടന് മനസ്സിലിരിപ്പ് ഇപ്പൊ എനിക്ക് പിടികിട്ടി. ഞാനുള്ളത് കൊണ്ട് ഒരു ജോലിക്കാരെ വെക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത് നീയാണ് എന്നാണ്. ബാഹുലേ ചേട്ടൻ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്? അതെ. പക്ഷേ ബാഹുലേ ചേട്ടൻ പറഞ്ഞപ്പോ സാവിത്രി ചേച്ചിയോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു സ്വരത്തില്. സ്നേഹം. മോഹനേട്ടൻ സംസാരിച്ചപ്പോ വേലക്കാരിയെ വെക്കാത്തതുകൊണ്ട് കാശ് ഞാൻ ലാഭിച്ചു എന്നായിരുന്നു. അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. രണ്ടും കേട്ടത് ഞാനാണ്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇന്നു മുതൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയെന്ന് കഴിക്കാൻ തീരുമാനിച്ചു. എനിക്ക് അങ്ങനെ പഞ്ചാര വർത്താനം പറയാണെന്ന് പറഞ്ഞൂടാ. സ്വന്തം ഭാര്യയെ പറ്റി ഒരു നല്ല വാക്ക് പറയുന്നത് എങ്ങനെയാണ് മോഹനേട്ട പഞ്ചാര വർത്താനമാവുന്നത്? ഇല്ലാത്തതിൽ ഉണ്ടാക്കി പറയാൻ ഞാൻ പറഞ്ഞോ? ഉള്ള കാര്യം പറഞ്ഞാൽ കുഴപ്പം. ശരി, ഉത്തമനോട് പറയാൻ ചിലപ്പോ ചമ്മലായി. വേറെ ആരുടെയും പറഞ്ഞാ മതി. നേരെ പറയണ്ട. ഫോൺ ഇരിക്കല്ലേ? വിളിക്ക. ആരെങ്കിലും വിളിച്ചാ മതി. എന്നെ പറ്റി നല്ലത് പറയാതെ ഒരു തീർപ്പിന് ഞാൻ തയ്യാറല്ല. അങ്ങനെ വെറുതെ ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ? ശിശുപാലനേട്ടനെ വിളിച്ചാ മതി. ശിശുപാലനേട്ടനാകുമ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. നല്ല കാര്യമായി. എന്നിട്ട് വേണം വലിയ ഓഫീസിലും അവരെല്ലാം അവിടെ കളിയാക്കാനായിട്ട്. സ്വന്തം ഭാര്യയെ പറ്റി നല്ലത് പറയുന്നതിന്റെ പേരിൽ ആര് കളിയാക്കാനാ മോഹനേട്ട? വിളിക്കുന്നുണ്ടോ ഇല്ലയോ? ശരി, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷർട്ടും മുണ്ടും തേക്കാനുള്ള വഴി ആദ്യം ആലോചിച്ചോളൂ. ഭക്ഷണത്തിന്റെ കാര്യം അത് കഴിഞ്ഞ് മതിയല്ലോ. ഞാൻ വിളിക്കാം. മര്യാദക്ക്. ശിശുപാല ഞാനാ. എന്തൊക്കെയുണ്ട് ശിശുപാല വിശേഷങ്ങൾ? ശിശുപാല എവിടെയാ? അതെയോ? എന്നാ പിന്നെ ഞാൻ വിളിക്കാം. ശിശുപാല ഓഫീസ് പോയി നേരണ്ടിരിക്കുക. ഈ നേരത്തെ ആവശ്യമില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശിശുപാല ഓഫീസ് വരാൻ താമസിക്കും. കൃത്യം 10 മണിക്ക് ഓഫീസ് തുറക്കാളാ. ഞാൻ ഓഫീസ് ചെയ്തിട്ട് ശിശുപാലിനെ പറഞ്ഞോളാം. അതാണ് കുറച്ചുകൂടെ സൗകര്യം.
ആ പരമേശ്വര ചേട്ടനോ? മോനേട്ടാ, ഇരിക്കേട്ടാ. മോനേട്ട ഇപ്പൊ വരും. ഞാനും വന്നത് സത്യഭാമയെ കാണാനാ. ആഹാ. ഒരു ചെറിയ കേസുണ്ട്. ഞാൻ വാങ്ങിയ കുറച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു കേസാ. ആ ഭൂമിയുടെ മേൽ ബാധ്യത ഉണ്ടെന്നും പറഞ്ഞ് ഒരുത്ത കേസ് കൊടുത്തിരിക്കുന്നു. ഓ അത് ശരി. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി കേസ് അത്ര ചെറുതാണെന്ന് കരുതണ്ട. ആഹാ. 4.5 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയാ. ഓ ഇപ്പൊ പരാതിക്കാരൻ പറയുന്നു അതിൽ 25 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടെന്ന്. ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തില്ലായിരുന്നോ? എടുത്തു. ആഹാ. അതിൽ ബാധ്യത ഒന്നും കാണിച്ചിട്ടില്ല. ഓ. ഇത് സ്ഥലം വിറ്റവന്റെ അളിയൻ വെറുതെ വളച്ചുകെട്ടി ഉണ്ടാക്കിയ ഒരു കേസാ. എനിക്ക് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അതിന് ഏറ്റവും നല്ല വക്കീൽ തന്നെ ആയാൽ നല്ലതെന്ന് എനിക്ക് അങ്ങ് തോന്നി. ടൗണിലെ വക്കീലുമാരെ പലരെ അറിയാം. പക്ഷേ സത്യഭാമയെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വേറെ ഒരിടത്തൊന്നും അല്ല, മോഹനേഷ് സാറ് പറഞ്ഞു തന്നെ. എന്റെ ഒരു വസ്തു അളക്കാൻ സാർ ഒരിക്കൽ വീട്ടിൽ വന്നിരുന്നു. എന്റെ ഭാര്യ ഒരു ചായ ഉണ്ടാക്കി കൊടുത്തുടനെ സാറ് പറയുക, ഭാമയുണ്ടാക്കുന്ന ചായയാണ് ചായയെന്ന്. പെണ്ണുങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു കൗതുകമാണല്ലോ. എന്റെ ശ്രീമതി വക്കീലിനെ പറ്റി ചോദിച്ചു. സാറിനാണെങ്കിൽ വക്കീലിനെ പറ്റി എത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല. രാവിലെ വീട്ടിലെ സകല ജോലിയും വക്കീൽ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ കോടതിയിലെത്തും. ജോലിയിൽ വക്കീലിനെ തോൽപ്പിക്കാൻ വേറൊരാളില്ലെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കേസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. സാറ് പറഞ്ഞു, വക്കീലിന് ഒരുപാട് കേസുണ്ട്. ഇതുവരെ വാദിച്ച ഒരു കേസും തോറ്റിട്ടില്ല എന്ന്. ഞാനത് ഓർത്തു വച്ചിരുന്നു. അതാ പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോ നേരെ ഇങ്ങോട്ട് തന്നെ പോന്നത്. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ പരമേശ്വരൻ. എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. ആണോ? വക്കീലിന് സമയമുണ്ടോ എന്നുള്ളതായിരുന്നു പേടി. നീ എന്തു പറയുന്നു? സമയമുണ്ടോ എനക്ക്? മോഹനേട്ടൻ പറഞ്ഞൊരു കാര്യല്ലേ, സമയം ഉണ്ടാക്കിയല്ലേ പറ്റൂ. ഞാൻ നോക്കിക്കോളാം. കേസിന്റെ കടലാസൊക്കെ ആയിട്ട് വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. 11 മണി കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ ഉണ്ടാവും. അയ്യോ, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ചായ പോലും ഞാൻ തന്നില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വക്കീലിന്റെ കൈപുണ്യത്തെ പറ്റി സാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചായ കുടിക്കാൻ സമയമില്ല. ഇനി ഒരിക്കൽ വരുമ്പോ ചായ കുടിച്ചിട്ടേ പോവും. വരട്ടെ സാറേ. ശരി, വരട്ടെ വക്കീലേ. ദുഷ്ടനോ? എന്നെ പറ്റി പരമേശ്വരൻ ചേട്ടനോട് പറഞ്ഞ നല്ല വർത്താനത്തിന്റെ 4-1 എന്നോട് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തുമാത്രം സന്തോഷമാവുമായിരുന്നു. കുറച്ചു മുമ്പ് ചായ നല്ലതാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? നീയല്ലേ സമ്മതിക്കാത്തത്? അത് കഴിഞ്ഞ് നീ പറഞ്ഞു നാട്ടുകാരോട് നിന്നെ പറ്റി നല്ലത് പറയണമെന്ന്. നാട്ടുകാരോട് സാധാരണ നിന്നെ പറ്റി ഞാൻ എന്താ പറയുന്നത് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഇനി ഞാനൊരു കാര്യം പറയാം. മോഹനൊരു ഭയങ്കര കള്ളനാ. എന്നോടൊന്നും പറയില്ല, ഒക്കെ നാട്ടുകാർ പോയി പറയും. പുകഴ്ത്തലുകൾ ഇഷ്ടമില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ പുകഴ്ത്തുന്നവർക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലക്ഷ്യങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഓർക്കുന്നത് നല്ലതാണ്. വില്ലേജ് ഓഫീസർക്ക് ഇനിയെങ്കിലും ഇക്കാര്യം മനസ്സിലാവുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കരുനിസാരം തുടരുന്നു.